രാജ്യത്തെ ഇന്ധനവില വർധനവിലും പാചകവാതക വില വർധനവിലും പ്രതിഷേധം ശക്തമാക്കി CATU. സംസ്ഥാന വ്യാപകമായ ഏരിയ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ മാർച്ചും ധർണയും നടത്തി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. സംസ്ഥാന വ്യാപകമായി CATU നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തിയത്. ഇന്ധന വില വർധനവിലും പാചകവാതക വില വർധനവിലും പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. CATU നീലേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം മുഖ്യ തപാൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഗ്യാസ് സിലിണ്ടർ തണ്ടിൽ കെട്ടി ചുമലിലേറ്റി നീലേശ്വരം ബസാറിൽ നിന്നും നടത്തിയ പ്രകടനം മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CATU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഇറാനെതിരായിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇറാൻ ചെറുത്തുനിൽപ്പ് പോരാട്ടം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി യാത്രാ തടസ്സങ്ങൾ ഉൾപ്പെടെ നേരിടുകയാണ്. അക്കാര്യങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏരിയ പ്രസിഡന്റ് M. കുഞ്ഞമ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെങ്ങാട്ട് ശശി, P. വിജയൻ, K. രഘു, OV. രവീന്ദ്രൻ, K. സുകുമാരൻ കരിന്തളം, B. ബാലകൃഷ്ണൻ മടിക്കൈ, E. K. ചന്ദ്രൻ, P. രാധ, K. M. വിനോദ്, സിന്ധു, നിഷ, K. P. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K. ഉണ്ണിനായർ സ്വാഗതം പറഞ്ഞു. CATU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CATU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്, പെട്രോള്, ഡീസല്, അങ്ങനെ ഏതെല്ലാം മേഖലയിൽ വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ അതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിലാണ് ഈ വില വർധനവ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ, വിദേശ രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഒരു വീപ്പക്ക് $90 ഉണ്ടാകുന്ന സമയത്തും ആനുപാതികമായി വില കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ചടങ്ങിൽ P. കാര്യമ്പു അധ്യക്ഷത വഹിച്ചു. M. രാഘവൻ, P. കൃഷ്ണൻ, K. ചന്ദ്രൻ, P. ദാമോദരൻ, K. T. കുഞ്ഞുമുഹമ്മദ്, A. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K. V. രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ.